നമ്മൾ മുട്ട് തേയ്മാനത്തെ പറ്റി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചില ആൾക്കാർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ കാർട്ടിലേജ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് റിവേഴ്സിബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയിൽ തന്നെ പല സ്റ്റേജുകളായിട്ടാണ് മുട്ട് തേയ്മാനം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഈ കാർട്ടിലേജ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. അതായത് ഞാൻ പറഞ്ഞതുപോലെ മുട്ടിലെ എല്ലുകൾ തമ്മിൽ ഉരയുകയും അതിനുള്ളിൽ ചെറിയ ചെറിയ മുറിവുകൾ വരികയും അത് ഇൻഫ്ലമേഷനായി, അതായത് വീക്കവും നീർക്കെട്ടൊക്കെ ആയി മാറിയതിന് ശേഷം കുറച്ച് കാലക്രമേണയായിരിക്കും ഈ കാർട്ടിലേജ് അതുപോലെ തന്നെ ഈ എല്ലുകൾ ഒക്കെ സ്ട്രക്ചർ മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു സിവിയർ സ്റ്റേജാണ്. അപ്പോൾ നമുക്ക് ഈ മോഡറേറ്റ് സ്റ്റേജ് വരെ, അതായത് ഈ ചെറിയ ചെറിയ മുറിവുകൾ വന്ന് ഇൻഫ്ലെയിംഡ് ആവുന്ന ആ ഒരു സ്റ്റേജ് വരെ നമുക്കിത് റിവേഴ്സിബിൾ ആണ്. നമുക്കിത് പതുക്കെ തന്നെ പയ്യെ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് ഫലപ്രദമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. നമ്മൾക്ക് ഈ ജോയിൻറ്റിനുള്ളിൽ വന്നിട്ടുള്ള ഇൻഫ്ലമേഷനൊക്കെ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. എന്നാൽ ഈ സിവിയർ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താണ് ഫിസിയോതെറാപ്പിയുടെ ഇമ്പോർട്ടൻസ്? അതായത് ഈ സ്ട്രക്ചർ മാറ്റം സംഭവിച്ചത് ഒരിക്കലും വീണ്ടും പഴയതുപോലെ ആവത്തില്ല. എന്നാൽ സിംറ്റംസ് നമുക്ക് ട്രീറ്റ് ചെയ്യാം. കാരണം ഒരു 40 വയസ്സിന് ശേഷം എല്ലാവർക്കും തന്നെ പല രീതിയിലുള്ള ഡീജനറേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് മുട്ടിനായിരിക്കും കൂടുതലായിട്ട് തേയ്മാനം വരിക. ആ സമയത്ത് അത് സിംറ്റംസ് ആയിട്ടാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതായത് ചില ആൾക്കാർക്ക് വേദനയായിട്ടായിരിക്കും കാണപ്പെടുക, ചിലർക്ക് മൊബിലിറ്റി ഇഷ്യൂസ് ആയിരിക്കും, നടക്കാനുള്ള വിഷമം, കാലുകൾ എടുത്തു വെക്കാനുള്ള വിഷമം, മുട്ട് മടക്കാനും നിവർത്താനുമുള്ള വിഷമം. ചില ആൾക്കാർക്ക് ഉള്ളിൽ നീർക്കെട്ടായിട്ടും ചുറ്റും വീക്കമായിട്ടും ഒക്കെ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് ആണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സിംറ്റംസിനെ ട്രീറ്റ് ചെയ്തിട്ട് അത് കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കിത് മുന്നോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഡീജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏജിൻ്റെ ഭാഗമായിട്ടും, പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഓവർ വെയ്റ്റ് വരുന്ന ആൾക്കാർക്കും, പിന്നെ മറ്റു പല ജോയിൻറ്റിനെ ബാധിക്കുന്ന മറ്റു കണ്ടീഷൻസ് ഒക്കെ ഭാഗമായിട്ടും ഒക്കെ ഡീജനറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ കോമൺ ആയിട്ടെന്ന് പറയുന്നത് ഏജ് റിലേറ്റഡ് ആയിട്ട് ഡീജനറേഷൻ, അതുപോലെ തന്നെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഡീജനറേഷൻ ഒക്കെയാണ് കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഈ ഡീജനറേഷൻ സംഭവിച്ചിട്ടുള്ള ഈ സിംറ്റംസ് സബ്സൈഡ് ചെയ്യുന്ന വഴിയിട്ട് നമുക്ക് ആ ഡീജനറേഷൻ്റെ ആ ഒരു വലിയ പ്രശ്നം നമ്മളെ ജീവിതത്തിൽ അലട്ടില്ല, നമ്മുടെ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസിനെ അത് അഫക്റ്റ് ചെയ്യില്ല. പകരം ഇത് ഇത്ര തന്നെ ട്രീറ്റ് ചെയ്തിട്ടും ഒന്നും ഇത് നിങ്ങൾക്ക് കൺട്രോളിലേക്ക് വരുന്നില്ലെങ്കിൽ ആ ഒരു സമയത്താണ് ഡോക്ടേഴ്സ് ഒരു സർജറി അല്ലെങ്കിൽ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെയുള്ള എന്നാൽ നമുക്ക് സിംറ്റംസ് ഫലപ്രദമായിട്ട് ഫിസിയോതെറാപ്പിയിലൂടെ ഈ സിവിയർ സ്റ്റേജിൽ പോലും നമുക്ക് ഫലപ്രദമായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ മുട്ട് തേയ്മാനമുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുട്ടിന് ചുറ്റുമുള്ള മസിലുകൾ നന്നായിട്ട് ബലവത്താക്കുകയും മുട്ടിനെ സ്ട്രോങ് ആയിട്ട് പിടിക്കുവാനുള്ള ബലം ആ മസിലുകൾക്ക് കൊടുക്കുകയും, അതുപോലെ തന്നെ അത് എക്സസൈസിലൂടെയാണ് സാധ്യമാകുന്നത്. അതുപോലെ തന്നെ ജോയിൻ്റ് എഫിഷ്യൻസി കൂട്ടണം, അതായത് ജോയിൻറ്റിലേക്കുള്ള രക്തയോട്ടം കൂട്ടുവാനുള്ള മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ രക്തയോട്ടം കൂടുന്നത് വഴി സൈനോവിയൽ ഫ്ലൂയിഡ് അതിനകത്ത് ഫില്ലായിട്ട് ജോയിൻ്റ് സുഗമമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വെയിറ്റ് കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇത്തരത്തിലുള്ള സിംറ്റംസും ബുദ്ധിമുട്ടുകളും നമുക്ക് സിവിയർ സ്റ്റേജിൽ പോലും കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. എന്നാൽ ഒരു മോഡറേറ്റ് സ്റ്റേജിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യുന്നത് വഴി അത് വീണ്ടും പഴയതുപോലെ തന്നെ ജോയിൻറ്റിനെ എത്തിക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യനുടെ ഉത്തരം ഇതാണ്: സിവിയർ സ്റ്റേജിൽ വരുന്ന സ്ട്രക്ചർ മാറ്റങ്ങൾ തീർച്ചയായിട്ടും റിവേഴ്സിബിൾ അല്ല, എന്നാൽ ആ സമയത്ത് വരുന്ന സിംറ്റംസ് റിവേഴ്സിബിൾ ആണ്, നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും.
ഇത് ഒരു രീതിയിലും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു വ്യക്തികളെ അടിസ്ഥാനമാക്കി ചിലരുടെ ബോഡി ടൈപ്പിനെയും ചിലരുടെ മറ്റ് അസുഖങ്ങളെയൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഇതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ശരീരപ്രകൃതമോ മറ്റ് അസുഖങ്ങളോ ഒക്കെയുള്ള ഒരു വ്യക്തിയാണ്, അത്രത്തോളം സിവിയർ ആയിട്ടൊരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടർ സർജറി ആണ് സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മാർഗം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മുട്ട് തേയ്മാനത്തെ നേരിടുവാൻ വേണ്ടി സാധിക്കുന്നത്. താങ്ക് യു.